ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് മിഥിലി, പേരുകൊടുത്ത രാജ്യം മാലിദ്വീപ്. 2023 നവംബറിൽ ഇന്ത്യയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് തൊഴിലാളികൾ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ഏതു സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. 2023 നവംബർ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ പൊൻകുന്നം മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ദേശാടന പക്ഷി ശ്വേതകണ്ഠൻ മുൾവാലൻ ശരപക്ഷി. ദേശീയ പത്രദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 16. ഉത്തരകാശി ജില്ലയിലെ തുരങ്ക നിർമ്മാണ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തിറക്കാൻ നടത്തിയ രക്ഷാദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ സുരംഗ്. ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 12. പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് നവംബർ 12. 2023 നവംബർ മാസത്തിൽ അഗ്നിപർവ്വത സ്ഫോടന സാധ്യത കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഐസ്ലാൻഡ്. 2023 നവംബറിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട ജപ്പാനിലെ യൂണിവേഴ്സിറ്റി ഒതാനി യൂണിവേഴ്സിറ്റി. പൊതു ഇടങ്ങളിലും വീടുകളിലും തൊഴിലിടങ്ങളിലും രാജ്യത്തെ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന് പരിശോധിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ നടത്തുന്ന സർവേ ആപ്പ് സ്റ്റേ സേഫ് ആപ്പ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ നേർവഴിക്ക് നയിക്കാൻ തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതി റീച്ച്. 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ലോക പ്രമേഹ ദിനം നവംബർ 14. ശിശുദിനമായിട്ട് ആചരിക്കുന്നതും നവംബർ 14-നാണ്. ലോക ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 10. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിലെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്ക് മാറുക എന്ന ലക്ഷ്യം അതിവേഗം കൈവരിക്കുന്നതിന് 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള പദ്ധതി മിഷൻ റെയിൻബോ 2024. 2023 വനസംരക്ഷണ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 2023 ഡിസംബർ 1 മുതൽ. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ലു ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. അഭിലാഷ് ടോമിക്ക് ശേഷം 2023 ഓഷ്യൻ ഗ്ലോബൽ റേസിൽ പങ്കെടുക്കുന്ന മലയാളി ധന്യ പൈലോ. 2023 ഡിസംബർ 31-നകം വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സംരംഭം
കുടുംബശ്രീ. ദേശീയ ആയുർവേദ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 10. കേരളത്തിൻ്റെ ഭാഗമായി 67ാമത് കേരളപ്പിറവി ദിനത്തിൽ എത്ര ഭാഷകൾ ആളുകൾ വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ നേർന്നതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്? 67 ഭാഷകൾ.